കൊടും ഭീകരൻ ഇന്ത്യ എന്താണോ ഇന്നലെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ലക്ഷ്യമിട്ടത് ആ ലക്ഷ്യത്തിൽ ഒന്ന് നിറവേറി എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൊടും ഭീകരൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. കൊല്ലപ്പെട്ടത് അബ്ദുൾ റൌഫ് അസർ, അതായത് മൗലാന മസൂദ് അസറിന്റെ സഹോദരൻ. ഖാണ്ഡഹാർ തട്ടിക്കൊണ്ടുപോകലിന്റെ, ഖാണ്ഡഹാർ റാഞ്ചലിന്റെ മുഖ്യ സൂത്രധാരൻ മൗലാന മസൂദ് അസറിന്റെ സഹോദരൻ അബ്ദുൾ റൌഫ് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. രാകേഷ് വിവരങ്ങളുമായി. രാകേഷ്, ഇന്ത്യ ലക്ഷ്യമിട്ടത് ഭീകരരെയാണ്, ഭീകരരുടെ കേന്ദ്രങ്ങളാണ്. അങ്ങനെയെങ്കിൽ ഒരു കണക്ക് തീർത്തിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഖാണ്ഡഹാർ വിമാന റാഞ്ചലിൽ ഒരുപക്ഷെ അന്ന് ആ ചർച്ചകൾക്ക് പോയിട്ടുള്ള അജിത് ഡോവലിന്റെ നേതൃത്വത്തിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂറിൽ ആ ഖാണ്ഡഹാർ തട്ടിക്കൊണ്ടുപോകലിന്റെ റാഞ്ചലിന്റെ മുഖ്യ സൂത്രധാരൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്? അതെ ശ്രീജ, ഓപ്പറേഷൻ സിന്ദൂർ വലിയ നേട്ടം എന്ന് തന്നെ പറയാം. കാരണം ഇന്ത്യ ലക്ഷ്യം വെച്ചത് ഭീകരരെയാണ്, ഭീകര താവളങ്ങളെയാണ്. അങ്ങനെ ഒരു കൊടും ഭീകരൻ, പ്രത്യേകിച്ച് ജയ്ഷ് ഇ മുഹമ്മദിന്റെ സുപ്രീം കമാൻഡർ തന്നെ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ മിനിറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതായത് ജയ്ഷിന്റെ സുപ്രീം കമാൻഡറായ അബ്ദുൾ റൌഫ് അസർ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇന്നലെ ഉണ്ടായ ഇന്ത്യയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. കാരണം ഇന്ത്യ ലക്ഷ്യം വെച്ചത് 9 കേന്ദ്രങ്ങളാണ്. അതിൽ തന്നെ 4 കേന്ദ്രങ്ങൾ പാകിസ്ഥാനിലായിരുന്നു. ജയ്ഷിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ബഹാവൽപൂരിലായിരുന്നു. അവിടെയാണ് ഇന്നലെ തന്നെ ആ വാർത്ത വന്നതാണ്. 14 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളത്. മൗലാന മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങളടക്കം 14 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വന്നതാണ്. അതിലേതായാലും അബ്ദുൾ റൌഫ് അസർ കൂടി ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. പ്രത്യേകിച്ച് ഇന്ത്യയിൽ എണ്ണിയാലൊടുങ്ങാത്ത ഭീകരാക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ജയ്ഷ് ഇ മുഹമ്മദ്. കാരണം 1999 മൗലാന മസൂദ് അസറിനെ ഇന്ത്യ ഇത്തരത്തിൽ വിട്ടു നൽകേണ്ടി വന്നത്. അന്ന് 160-ലധികം വരുന്ന ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് കാഠ്മണ്ഡുവിൽ നിന്ന് ഡൽഹിയിലേക്ക് തിരിച്ച ഇന്ത്യൻ എയർലൈൻസിന്റെ IC 814 നമ്പർ വിമാനം, അതാണ് അന്ന് ഭീകരർ തട്ടിക്കൊണ്ടുപോയത്. ആ തട്ടിക്കൊണ്ടുപോകലിന്, വിമാനം തട്ടിക്കൊണ്ടുപോകാൻ മുഖ്യ ആസൂത്രണം അല്ലെങ്കിൽ മാസ്റ്റർ മൈൻഡ് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടാവുന്ന ഭീകരനായിരുന്നു അബ്ദുൾ റൌഫ് അസർ. അങ്ങനെ 7 ദിവസം യാത്രക്കാരെ ബന്ദികളാക്കിയ ശേഷം അന്ന് ജമ്മുവിലെ കോട്ട് ബൽവാൾ ജയിലിൽ കഴിയുകയായിരുന്ന മൗലാന മസൂദ് അസറിനെയും മറ്റു 2 ഭീകരരെയും ഇന്ത്യക്ക് വിട്ടു നൽകേണ്ടി വന്നു. അന്ന് വിദേശകാര്യമന്ത്രിയായിരുന്ന ജസ്വന്ത് സിംഗ് ആണ് ഇവർക്ക് അകമ്പടി പോയതും. അങ്ങനെ ഈ ഭീകരരെ വിട്ടു നൽകിക്കൊണ്ടാണ് ഇന്ത്യക്ക് ഈ യാത്രക്കാരെയൊക്കെ തന്നെ രക്ഷിക്കാൻ സാധിച്ചത്. അന്നത്തെ ഒരുപക്ഷെ ഇന്ത്യയുടെ നയതന്ത്ര ചരിത്രത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ മോശം അധ്യായം എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കപ്പെടാവുന്നതാണ് ഈ ഖാണ്ഡഹാർ വിമാന റാഞ്ചൽ. ആ ഖാണ്ഡഹാർ വിമാന റാഞ്ചലിന് നേതൃത്വം വഹിച്ച കൊടും ഭീകരനെ ഇപ്പോൾ ഏതായാലും ഓപ്പറേഷൻ സിന്ധുവിൽ കൊലപ്പെടുത്തിയിരിക്കുന്നു. അബ്ദുൾ റൌഫ് അസർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇന്നലെ തന്നെ മൗലാന മസൂദ് അസർ ഉണ്ടായ പ്രതികരണങ്ങൾ ഉറുദു മാധ്യമങ്ങൾ നൽകിയിരുന്നു. കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടുവെന്ന് അയാൾ സ്ഥിരീകരിച്ചതാണ്. ഇപ്പോൾ ഏതായാലും സഹോദരൻ കൂടിയായ ജയ്ഷിന്റെ സുപ്രീം കമാൻഡറായ, പ്രത്യേകിച്ച് സമീപകാലത്തൊക്കെ തന്നെ ജയ്ഷിന്റെ ഓപ്പറേഷനുകളെല്ലാം തന്നെ നേതൃത്വം കൊടുത്തിരുന്നത് അബ്ദുൾ റൌഫ് അസർ ആയിരുന്നു. ഏതായാലും അബ്ദുൾ റൌഫ് അസർ കൊല്ലപ്പെട്ടിരിക്കുന്നെന്നാണ് പ്രധാനപ്പെട്ട വാർത്ത. മാത്രവുമല്ല, അല്പം മുമ്പ് സർവകക്ഷി യോഗത്തിലാണ് ആ യോഗത്തിന് അധ്യക്ഷത വഹിച്ച പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് 100-ലധികം ഭീകരർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അബ്ദുൾ റൌഫ് അസർ കൊല്ലപ്പെട്ടു എന്ന സ്ഥിരീകരണം അല്ലെങ്കിൽ വിവരം ഈ ഘട്ടത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീജ, പാകിസ്ഥാനിലെ ഭീകരവാദികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. കാരണം ഇന്ത്യ ലോകത്തോട് ഇന്നലെ തൊട്ട് പറയുന്നത്, ഞങ്ങൾ പാകിസ്ഥാനെയല്ല ആക്രമിച്ചത്, പാകിസ്ഥാനിലെ സൈനികരെയല്ല, പാകിസ്ഥാനിലെ സാധാരണക്കാരെയല്ല ആക്രമിച്ചത്, പാകിസ്ഥാനിലെ ഭീകരവാദ സംഘടനകളെ, അവരുടെ കേന്ദ്രത്തെയാണ്, ഭീകരവാദത്തെയാണ് ആക്രമിച്ചത് എന്ന ഇന്ത്യയുടെ വാദത്തിന് ഏറ്റവും അടിത്തറ പകരുന്ന, ഇന്ത്യയുടെ ലക്ഷ്യം വളരെ കൃത്യമായിരുന്നു എന്ന് തെളിയുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ജയ്ഷ് ഇ മുഹമ്മദിന്റെ സുപ്രീം കമാൻഡർ എന്നറിയപ്പെടുന്ന അബ്ദുൾ റൌഫ് അസർ, മസൂദ് അസറിന്റെ സഹോദരൻ കൂടിയാണ് ഇയാൾ. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം രാകേഷ് പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നാണം കെട്ട ഒരു ഏട് എന്നാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഈ ഖാണ്ഡഹാർ വിമാന റാഞ്ചലിനെ പറയുന്നത്. അന്ന് ഈ വിമാന റാഞ്ചലിന് ശേഷം ചർച്ചകൾക്കായി പോയത് ആഭ്യന്തര മന്ത്രാലയം നിയോഗിച്ച ഒരു സംഘമാണ്. ആ സംഘത്തിൽ ഉണ്ടായിരുന്നത് അജിത് ഡോവലും
CD സഹായുമാണ്. അജിത് ഡോവലിനും CD സഹായും അന്ന് നയതന്ത്ര ചർച്ചകൾക്കായി ഇവർക്കരികിലേക്ക് സമവായ ചർച്ചകൾക്കായി പോയി. ഒടുവിലാണ് ഈ 3 ഭീകരരെ വിട്ടുകൊടുക്കേണ്ടി വന്നത്. അതേ അജിത് ഡോവൽ നേതൃത്വം നൽകുന്ന സംഘം ആ വിമാന റാഞ്ചലിന്റെ മുഖ്യ സൂത്രധാരനെ കൊലപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കാലം കാത്തുവെച്ചൊരു നിയോഗം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ രാകേഷ്? അതെ ശ്രീജ, കാരണം അന്ന് അജിത് ഡോവൽ അടക്കമുള്ളവർ ഇത്തരമൊരു നീക്കത്തിൽ അല്ലെങ്കിൽ ഇത്തരമൊരു ഇടപെടൽ നടത്തിയതിന് ഏറെ പഴികേട്ടതാണ്. പിന്നീട് പല കാലങ്ങളിലായി പഴികേട്ടതാണ്. കാരണം ഈ മൗലാന മസൂദ് അസറിനെ അന്ന് ഏതാണ്ട് 99 വിട്ടയക്കുന്നു. പക്ഷെ അതിനുശേഷം നോക്കുകയാണെങ്കിൽ രാജ്യത്ത് നടന്ന ഭീകരാക്രമണങ്ങളിലൊക്കെ തന്നെ ജെയ്ഷെ മുഹമ്മദിന് വലിയ പങ്കുണ്ട്. അത് 2001 മുതൽ നോക്കുകയാണെങ്കിൽ പലപ്പോഴായി പല ഘട്ടങ്ങളിലായി അത്തരം ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. കാരണം 2001 NDA സർക്കാരിന്റെ കാലത്താണ് പാർലമെന്റ് ആക്രമണം നടക്കുന്നത്. അതിനുശേഷം 2016 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് പട്ടാൻകോട്ടിൽ സൈനിക താവളത്തിന് നേരെ ആക്രമണം നടക്കുന്നത്. കാരണം മുൻപെല്ലാം തന്നെ ഇത്തരത്തിൽ സൈനികരൊക്കെ തന്നെ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്, നമ്മൾ വാർത്തകൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയുടെ സൈനിക താവളങ്ങളിലേക്ക് ഭീകരർ ആക്രമിക്കുന്നത് അധികം കേട്ടുകേൾവിയില്ലാത്തതായിരുന്നു. പിന്നീട് ഉറി, നഗ്രോട്ട അടക്കം പല ഭാഗങ്ങളിൽ ഇത്തരത്തിൽ സമാനമായ രീതിയിൽ സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായി. അതിനുശേഷം പുൽവാമയിൽ വലിയ തോതിൽ സൈനിക വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണം ഉണ്ടായി. അന്നെല്ലാം തന്നെ ഇതിന്റെ ചരട് വലിച്ചത്, ആസൂത്രണം നടത്തിയത് ജെയ്ഷെ മുഹമ്മദ് ആയിരുന്നു. മൗലാന മസൂദ് അസർ എന്ന ഭീകരന്റെ സംഘടനയായിരുന്നു. ഏതായാലും പലപ്പോഴായി ഈ ആക്രമണം ഉണ്ടാകുന്ന ഘട്ടത്തിലൊക്കെ തന്നെ അജിത് ഡോവലിന്റെ പേരും അക്കാലങ്ങളിലൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. കാണ്ഡഹാർ വിമാന റാഞ്ചൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇപ്പോൾ ഏതായാലും ഇന്ത്യ, പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂരിന് നേതൃത്വം വഹിച്ചത്, അതിന് ആസൂത്രണം ചെയ്തത് അജിത് ഡോവലാണ്. കാരണം ഒരു വിമാനം പോലും അതിർത്തി കടക്കാതെ, ഒരു സൈനികൻ പോലും അതിർത്തി കടക്കാതെ കൃത്യമായി ആസൂത്രണത്തോടുകൂടി ഇന്ത്യ നടപ്പാക്കിയ ഓപ്പറേഷനായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. അതാണിപ്പോൾ വലിയ നേട്ടമായിരിക്കുന്നത്, വിജയമായിരിക്കുന്നത്. കാരണം ഭീകരത്താവളങ്ങൾ സാധാരണഗതിയിൽ അത് പാക് അധിനിവേശ കാശ്മീരിലെ ഭീകരത്താവളങ്ങളാണ് അത്തരത്തിൽ ആക്രമിക്കാറുള്ളത്. പക്ഷേ ഇത്തവണ ഇന്ത്യയുടെ സ്ട്രാറ്റജി തന്നെ മാറ്റിക്കൊണ്ടുള്ള നീക്കമാണ് അജിത് ഡോവലിന്റെയും സംഘത്തിന്റെയും നേതൃത്വം നടന്നത്. കാരണം പഞ്ചാബ് പ്രവിശ്യയിലെ 4 ഭീകരത്താവളങ്ങൾ ലക്ഷ്യം വെച്ചു. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭീകരത്താവളമായിരുന്നു ഇപ്പോൾ ഈ ജെയ്ഷിന്റെ ആസ്ഥാനമായ ബഹവൽപൂർ. അവിടെ ഉണ്ടായിരിക്കുന്ന ആക്രമണത്തിലാണ് ഇപ്പോൾ മൗലാന മസൂദ് അസറിന്റെ സഹോദരൻ കൊല്ലപ്പെട്ടിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അബ്ദുൾ റൌഫ് അസർ ഈ ഓപ്പറേഷൻ സിന്ദൂരിൽ കൊല്ലപ്പെട്ടിരിക്കുന്നതാണ് ഈ നിമിഷത്തെ, ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്ത. തീർച്ചയായും കേന്ദ്ര സർക്കാരിന് അഭിമാനിക്കാം, ഒപ്പം തന്നെ നേട്ടമായി അവകാശപ്പെടാം. കാരണം എന്താണോ ഈ ഓപ്പറേഷനിലൂടെ ലക്ഷ്യം വെച്ചത് അത് നേട്ടത്തിലേക്ക് എത്തുന്നു, ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നു എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട വാർത്ത. ഏതായാലും ഇനി സർക്കാരിന്റെ ഭാഗത്ത് നിന്നടക്കം ഒരു ഔദ്യോഗികമായ പ്രതികരണം ഒരുപക്ഷെ ഇക്കാര്യത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിലവിൽ ഇതുവരെ സർക്കാർ എത്ര പേർ കൊല്ലപ്പെട്ടു എന്ന് ഔദ്യോഗികമായി, അതായത് മാധ്യമങ്ങൾക്ക് മുമ്പാകെ പ്രതികരിച്ചിട്ടില്ല. ഇന്നലെ വിദേശകാര്യ സെക്രട്ടറി അടക്കമുള്ള വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പോലും ചോദ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. പകരം ആ ഓപ്പറേഷനെ കുറിച്ച് മാത്രമാണ് അവർ വിശദീകരിച്ചത്. ഏതായാലും ഇന്ന് സർവകക്ഷി യോഗത്തിൽ 100 ഭീകരരെ വകവരുത്തി എന്ന് പ്രതിരോധ മന്ത്രി അറിയിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ വാർത്ത കൂടി പുറത്തു വരുന്നത്. സ്വാഭാവികമായും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരുപക്ഷെ വലിയ നേട്ടമായ സാഹചര്യത്തിൽ തന്നെ ഇക്കാര്യത്തിൽ പ്രതികരണം ഉണ്ടായേക്കാം. പ്രതികരണം ഉണ്ടായാലും ഇല്ലെങ്കിലും ഇത് സർക്കാരിനെ സംബന്ധിച്ച്, രാജ്യത്തെ സംബന്ധിച്ച് വലിയ നേട്ടം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അതെ. ഒരു കൊടും ഭീകരനെ കൊലപ്പെടുത്താനായി ഈ ഓപ്പറേഷനിൽ തീർച്ചയായും ബാക്കി വിവരങ്ങളൊക്കെ ഇപ്പോഴും പുറത്തു വരുന്നതേ ഉള്ളൂ. ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഓപ്പറേഷനെ പറ്റിയുള്ള കൃത്യമായൊരു വിശദീകരണം മാത്രമാണ് ഉണ്ടായത്. ഇന്ന് സർവകക്ഷി യോഗത്തിൽ 100 ഭീകരർ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങൾ പ്രതിരോധ മന്ത്രി പറഞ്ഞു. പക്ഷെ അപ്പോഴും കൃത്യമായ വിവരങ്ങൾ ഇതുവരെയും മാധ്യമങ്ങൾക്ക് ലഭ്യമായിട്ടില്ല. അതിന്റെ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ അതിന്റെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അറിയേണ്ടത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക വിശദീകരണമാണ്. മസൂദ് അസറിനെയാണ് ഇന്ത്യ ലക്ഷ്യമിട്ടത്, സംശയമില്ല. ഇന്ത്യയെ സംബന്ധിച്ച് ഐക്യരാഷ്ട്രസഭ തന്നെ കൊടും ഭീകരനായി പ്രഖ്യാപിച്ചിട്ടുള്ള മസൂദ് അസറിനെ എത്ര കണ്ട് രക്ഷിക്കാൻ, എത്ര കണ്ട് സുരക്ഷിതമാക്കിയിരിക്കാൻ ശ്രമിച്ചാലും അവിടെ കണ്ടെത്തും എന്നൊരു മെസ്സേജ് ഇന്ത്യ കൊടുത്തിരുന്നു. അതിന്റെ ഭാഗമാണ് മസൂദ് അസറിന്റെ കേന്ദ്രത്തിലേക്ക് നടത്തിയ ആക്രമണം. അതിൽ മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടു എന്ന വിവരം ഇന്നലെ വന്നിരുന്നു. 10 പേർ മരിച്ചു എന്ന വാർത്ത, കൊല്ലപ്പെട്ടു എന്ന വാർത്ത മസൂദ് അസറിന്റേതായി തന്നെ ഒരു വാർത്താക്കുറിപ്പിലൂടെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ അറിയുന്നത് സഹോദരൻ മാത്രമല്ല, അയാൾ കൊടും ഭീകരനാണ്. മസൂദ് അസറിന്റെ സഹോദരൻ അബ്ദുൾ റൌഫ് കാണ്ഡഹാർ
വിമാന റാഞ്ചൽ ഉൾപ്പെടെ മറ്റ് ഇന്ത്യക്ക് നേരെ നടന്നിട്ടുള്ള മറ്റ് വലിയ ഭീകരവാദ ആക്രമണങ്ങൾ, പാർലമെന്റ് അറ്റാക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ അബ്ദുൾ റൌഫിന് പങ്കുണ്ട്. അങ്ങനെ ഒരാളെ കൊല്ലാൻ കഴിഞ്ഞു, ആ ഭീകരവാദിയെ തീർക്കാൻ കഴിഞ്ഞു എന്ന് ഇന്ത്യക്ക് തീർത്തും അഭിമാനത്തോടെ തന്നെ പറയാം. ഈ ഓപ്പറേഷന്റെ മറ്റ് വിവരങ്ങൾ ഇപ്പോഴും ഒരു പരിധിവരെ വളരെ നിയന്ത്രിതമായി മാത്രമേ പുറത്തേക്ക് വരുന്നുള്ളൂ. ഇനിയും ആക്രമണം ഉണ്ടാകുമെന്ന് പാകിസ്ഥാൻ ഭയക്കുന്നുണ്ട്. ഈ മസൂദ് അസറിന്റെ കേന്ദ്രം ലക്ഷ്യമിട്ടതൊക്കെ ഒരു പക്ഷേ ഇതുവരെ ഇന്ത്യ ചെയ്യാത്ത ഒരു സ്ട്രാറ്റജി ആയിരുന്നു. നേരത്തെ രാകേഷ് പറഞ്ഞതുപോലെ, അതായത് പഞ്ചാബ് പ്രവിശ്യയിലുള്ള ബഹാവൽപൂരിലെ കേന്ദ്രം, അത് ഇന്ത്യക്ക് അറിയാം എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് ജയ്ഷിന്റെ ആ നഴ്സറി എന്നത്. അവിടെ വെച്ച് തന്നെയാണോ ഇയാൾ കൊല്ലപ്പെട്ടത്? അത്തരം എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? ശ്രീജ, ബഹവൽപൂരിൽ തന്നെയാണ്. കാരണം അതൊരു വലിയ കോംപ്ലക്സ് ആണ്. ഏതാണ്ട് 18 ഏക്കർ വരുന്ന ഒരു വലിയ കോംപ്ലക്സ് ആണെന്ന് നമ്മൾ ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ അവിടെ തന്നെ ആയിരിക്കാനാണ് സാധ്യത. കാരണം അവിടെ ഭീകര പരിശീലന കേന്ദ്രങ്ങളുണ്ട്, മതപഠന കേന്ദ്രങ്ങളുണ്ട്, അങ്ങനെ വീടുകളുണ്ട്. അങ്ങനെ ഒരു വിശാലമായ ക്യാമ്പസാണത്. അപ്പോൾ അവിടെ തന്നെ ആയിരിക്കാൻ തന്നെയാണ് സാധ്യത. ഏതായാലും ബഹാവൽപൂരിൽ തന്നെ എന്ന വിവരമാണ് പുറത്തു വരുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമായി വരുന്നതേയുള്ളൂ. ഏതായാലും കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഇപ്പോൾ ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഏതായാലും വരും മിനിറ്റുകളിൽ ലഭ്യമാകും, അക്കാര്യത്തിൽ സംശയമില്ല. മാത്രവുമല്ല, ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ തന്നെ എന്ന കാര്യം കൂടി ഉറപ്പിക്കുകയാണ്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ സൂചിപ്പിച്ചതുപോലെ എന്താണോ ഈ ഓപ്പറേഷൻ കൊണ്ട് ലക്ഷ്യമിട്ടത് അത് നേട്ടത്തിലേക്ക് എത്തുന്നു, ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നു എന്ന് തന്നെ പറയാം. കാരണം ഒരു സൈനിക താവളം പോലും ആക്രമിക്കാതെ, സാധാരണക്കാരായ ജനങ്ങളെ ആക്രമിക്കാതെ ഭീകര താവളങ്ങൾ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ ഒരു ആക്രമണമായിരുന്നു. ആ ആക്രമണത്തിലാണ് ഒരു കൊടും ഭീകരൻ ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അത് ഭീകരൻ എന്നതിനേക്കാൾ ഉപരി ഇന്ത്യയിൽ എണ്ണിയാലൊടുങ്ങാത്ത ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. കാരണം ഇന്നലെ വിദേശകാര്യ സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയ കാര്യം, സാധാരണക്കാരായ ഏതാണ്ട് 350-ലധികം ആളുകളാണ് കശ്മീരിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടെ കൊല്ലപ്പെട്ടതെന്ന് അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. ഇതിലൊക്കെ തന്നെ ജയ്ഷെ മുഹമ്മദിന് വലിയ പങ്കുണ്ട്. അപ്പോൾ ഇന്ത്യ തിരയുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിൽ വലിയ രീതിയിൽ ആക്രമണം നടത്തിയ ഒരു ഭീകരൻ എന്ന് തന്നെ പറയാം. അത് കണ്ടഹാർ വിമാന റാഞ്ചൽ തൊട്ട് ഇപ്പോൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 26 വർഷക്കാലം ഇന്ത്യയിൽ പലപ്പോഴായി പലയിടങ്ങളിലായി ആക്രമണം നടത്തിയ ഭീകരൻ. അതിനുപരി ഇന്ത്യയിലേക്ക് പലപ്പോഴായി പാക് പട്ടാളത്തിന്റെ അടക്കം സഹായത്തോടുകൂടി ഇവർക്ക് ഭീകരരെ കയറ്റി അയച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ അൽ-ഖയ്ദയുടെ അടക്കം വാർത്താക്കുറിപ്പ് കണ്ടു. ഇന്ത്യക്കെതിരെ പ്രതികാരം ചെയ്യുമെന്ന് വന്നു. കാരണം ഒരു ഭീകര സംഘടന അൽ-ഖയ്ദ, പ്രത്യേകിച്ച് ഒസാമ ബിൻ ലാദൻ രൂപീകരിച്ച സംഘടന, അവർ ജയ്ഷിനെ വകവരുത്തുമ്പോൾ അവർ തന്നെ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്. അപ്പോൾ എത്രമാത്രം ഇത് ഭീകര സംഘടനകളെ ബാധിച്ചിരിക്കുന്നു ഈ ഓപ്പറേഷൻ എന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കാരണം ഇന്ത്യക്കെതിരെ പ്രതികാരം ചെയ്യണം എന്നാണ് ഈ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ സ്വാഭാവികമായും വലിയ നാശനഷ്ടം അവിടെ ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ വ്യക്തമാണ്. മൗലാന മസൂദ് അസറിൻ്റെതായ ഒരു പ്രസ്താവന തന്നെ ഇന്നലെ ഒരു ഉറുദു മാധ്യമത്തിൽ നൽകിയ പ്രതികരണത്തിൽ അത് വ്യക്തമായിരുന്നു. പക്ഷെ അതിൽ പറഞ്ഞിരുന്നത് 10 കുടുംബാംഗങ്ങൾ, ഒപ്പം തന്നെ സഹായികളും സ്വന്തക്കാരുമായ മറ്റു 4 പേർ എന്നാണ് അതിൽ പറഞ്ഞിരുന്നത്. പക്ഷേ സഹോദരിയും സഹോദരിയുടെ ഭർത്താവും എന്നാണ് ഇന്നലെ പുറത്തു വന്ന വാർത്തകളെങ്കിൽ ഇന്ന് ഇപ്പോൾ കാര്യങ്ങൾ മാറിമറിയുകയാണ്. അങ്ങനെയല്ല, മറ്റൊരു ബന്ധു കൂടി, അടുത്ത ബന്ധു കൂടി, സഹോദരൻ കൂടി, റൌഫ് അസർ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ തിരിച്ചെത്താം രാകേഷ്. ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് കൂടി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇന്ത്യ ലക്ഷ്യമിട്ടത് 26 പേരുടെ ജീവന് മറുപടി നൽകൽ മാത്രമല്ല, ഭീകരവാദത്തിന്റെ വേരറുക്കലാണ്. ഇനിയും അവിടെ നിന്ന് ഭീകരവാദികളായ മനുഷ്യന്മാരെ സൃഷ്ടിച്ച് പുറത്തേക്ക് വിടാതിരിക്കലാണ് ഇന്ത്യ ലക്ഷ്യമിട്ടതെങ്കിൽ അതിലൊരു പ്രധാന നാഴികക്കല്ലായി ഈ അബ്ദുൾ റൌഫ് അസറിന്റെ ഉന്മൂലനത്തെ വേണമെങ്കിൽ പറഞ്ഞൂടെ? എത്രയെത്ര കൊലപാതകങ്ങൾ, എത്രയെത്ര ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. അതിൽ കാണ്ഡഹാർ വിമാന റാഞ്ചൽ ഉൾപ്പെടുന്നു, പാർലമെന്റ് അറ്റാക്ക് ഉൾപ്പെടുന്നു, മാധ്യമപ്രവർത്തകനായിരുന്ന ഡാനിയൽ പേളിന്റെ കൊലപാതകം ഉൾപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ഇതൊരു വലിയ നേട്ടം തന്നെയല്ലേ? മൗലാന മസൂദ് അസറിന്റെ പ്രിയപ്പെട്ട സഹോദരൻ കന്ദഹാർ വിമാന റാഞ്ചലിന്റെ പിന്നിലെ ബുദ്ധി കേന്ദ്രം ഇന്ന് കാലയവനയ്ക്കുള്ളിൽ മറിഞ്ഞിരിക്കുന്നു. കാരണം ഇന്നലെ വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് റൌഫ് അസറിന്റെ പേര് അതിനകത്ത് ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം വന്നത് മസൂദ് അസറിന്റെ ഭാര്യ സഹോദരനും അതുപോലെ മറ്റ് അനന്തരവനും ഒക്കെ തന്നെയാണ് കഴിഞ്ഞ ദിവസം മരിച്ചതായി വിവരം കിട്ടിയത്. പക്ഷേ ഇപ്പോഴത്തെ വിവരം വന്നിരിക്കുന്നു, റൌഫ് അസർ, അതായത് ത്രിഭുവൻ വിമാനത്താവളത്തിൽ നിന്ന്, കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ വിമാനത്താവളത്തിൽ നിന്ന്
ഇന്ത്യൻ എയർലൈൻസിന്റെ വിമാനം റാഞ്ചി അഫ്ഗാനിസ്ഥാനിലെ കാന്തഹാറിൽ ഇറക്കി വിലപേശൽ നടത്തി ഇന്ത്യ തടവിലാക്കിയിരുന്ന മസൂദ് അസർ ഉൾപ്പെടെയുള്ള ഭീകരന്മാരുടെ മോചനത്തിന് പ്രധാനമായും ചുക്കാൻ പിടിച്ചത് മസൂദ് അസറിന്റെ സഹോദരനായ റൌഫ് അസറാണ്. അപ്പൊ റൌഫ് അസറിനെ ഏറെ വിലയിട്ടിരുന്ന തലയാണ് റൌഫ് അസറിനെ എന്ന് ഓർക്കുക. ഈ ഭീകരതാവളത്തിൽ ജയ്ഷെ മുഹമ്മദിന്റെ ഭീകരതാവളത്തിൽ ഒളിച്ചിരുന്ന റൌഫ് അസറിന്റെ ജീവൻ നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആനന്ദലത്തിക്കിനി എന്ത് വേണം? അപ്പൊ ഇന്ത്യ തേടിക്കൊണ്ടിരുന്ന ഭീകരന്മാരെ ഒന്നൊന്നായി അവരുടെ മടകളിൽ ചെന്ന് വധിക്കാൻ കഴിയുക എന്ന് പറയുന്നത് നിർണായകമായ തീരുമാനമാണ്. കാരണം ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ വൃഥാവിലായില്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഇവിടെ കാണുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഒരു നിർണായകമായ ഒരു നീക്കമായിട്ട് കാണാം. കാരണം വർഷങ്ങളായി തുടർന്ന ഒരു തയ്യാറെടുപ്പുകൾ, ആ തയ്യാറെടുപ്പുകളുടെ പരിണത ഫലമാണ് ഇപ്പോൾ ഒരു പെട്ടെന്നൊരു ആക്രമണം ഉണ്ടായതിനുള്ള മറുപടി എന്ന നിലയിലാണ് ഓപ്പറേഷൻ സിന്ധൂർ ചിട്ടപ്പെടുത്തിയതെങ്കിൽ പോലും പ്രകോപനം എന്ന് പറയുന്നത് വർഷങ്ങളായി 30 വർഷത്തിലധികമായി, ഇപ്പൊ പാർലമെന്റ് അറ്റാക്ക് സംഭവിച്ചിട്ട് 30 വർഷത്തിലധികമായി 2001 നടന്നതാണ്. 27 വർഷം കഴിഞ്ഞിരിക്കുന്നു. അത്രയും കാലമായി ഉള്ള കണക്കുകൾ ഒന്നൊന്നായി തീർക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ജയ്ഷെ മുഹമ്മദിന്റെയും ഹിസ്ബുൾ മുജാഹിദ്ദീന്റെയും ലഷ്കർ ഇ തൊയ്ബയുടെയും കേന്ദ്രങ്ങൾ തിരഞ്ഞുപിടിച്ച് ആക്രമിച്ചത്. പാർലമെന്റ് അറ്റാക്ക്, ജമ്മു ആൻഡ് കാശ്മീർ നിയമസഭയിലേക്കുള്ള അറ്റാക്ക്, മുംബൈ ഭീകരാക്രമണം ലഷ്കർ ഇ തൊയ്ബയുടെയാണ്, പുൽവാമ ആക്രമണം എന്ന് വേണ്ട അനവധി ആക്രമണങ്ങളിൽ പങ്കെടുത്ത ഭീകരരെ അവരുടെ കേന്ദ്രങ്ങളിൽ ചെന്ന് ഒരൊറ്റ ഓപ്പറേഷനിലൂടെ തകർക്കാൻ കഴിയുമ്പോൾ ലോകരാജ്യങ്ങളുടെ ഇന്ത്യയുടെ ഒരു തലയെടുപ്പ് കുറച്ചുകൂടി ശക്തമായി നിൽക്കുകയാണ്. അതുകൊണ്ട് ഇന്ത്യക്ക് മറുപടി കൊടുക്കാനാവും. അമേരിക്കയും ഇസ്രയേലും ഒക്കെ മുൻകാലങ്ങളിൽ ചെയ്തിരുന്നത് പോലെ സമാനമായ രീതിയിൽ ശത്രുവിന്റെ മടയിൽ ചെന്ന് ആക്രമിക്കാൻ കഴിയും എന്നതിന്റെ വ്യക്തമായ സൂചനയായി ഈ ആക്രമണത്തെ കണ്ടെത്താനാവും. അതുകൊണ്ട് ബാലൻസ് ഷീറ്റ് എവിടെ എന്ന് പ്രതിപക്ഷം ചോദിക്കുമ്പോൾ, രാജ്യം ചോദിക്കുമ്പോൾ, ലോകം ചോദിക്കുമ്പോൾ ഇതാ ബാലൻസ് ഷീറ്റ്. തെളിവുകൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇതാ തെളിവുകൾ. വ്യക്തമായി ഡാനിയൽ പേളിന്റെ കൊലയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ, വിമാന റാഞ്ചലിന്റെ പിന്നിൽ പ്രവർത്തിച്ചയാൾ, ഇതെല്ലാം ഉള്ള ട്രാക്ക് റെക്കോർഡുള്ള റൌഫ് അസർ ഇപ്പോൾ ചരിത്രമായി മാറിയിരിക്കുന്നു. തീർച്ചയായും ഇന്ത്യക്ക് അഭിമാന നിമിഷങ്ങൾ തന്നെയാണ്. ഒപ്പം സർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപക്ഷെ ഒരു കാലം കാത്തുവെച്ച ഒരു കാവ്യനീതി കൂടി ഇതിലുണ്ട്. ഞങ്ങൾ ഇപ്പോൾ അത് പറയുകയായിരുന്നു. അതായത് ഗാണ്ഡഹാർ വിമാന റാഞ്ചലിൽ മീഡിയേഷന് പോയ സംഘത്തിൽ ഉണ്ടായ ഒരാളാണ് അജിത് ഡോവൽ. അന്ന് ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നു. ഒരുപക്ഷെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ നാണക്കേടായൊക്കെ ഗാണ്ഡഹാർ വിമാന റാഞ്ചലിനെയും അന്ന് ഇവരെ വിട്ടുകൊടുത്തതിനെയും ഒക്കെ പറയാറുണ്ട്. അങ്ങനെയെങ്കിൽ അതിനു പിന്നിൽ പ്രവർത്തിച്ചയാളെ പൂട്ടാൻ ഒരു ചരിത്ര നിയോഗം ഒരുപക്ഷെ അജിത് ഡോവലിന് തന്നെ കിട്ടി, അതില്ലായ്മ ചെയ്യാൻ ഒരു നിയോഗം കിട്ടി എന്ന് വേണമെങ്കിൽ നമുക്കൊരു ആലങ്കാരികമായി പറയാം, അല്ലേ? അതെ, കാവ്യനീതി എന്ന വാക്ക് തന്നെയാണ് അവിടെ ചേരുന്നത്. അജിത് ഡോവൽ അന്ന് വളരെ ചെറുപ്പമായിരുന്നു. 2001 വളരെ ചെറുപ്പമായി, 2000 വളരെ ചെറുപ്പമായിരുന്ന അജിത് ഡോവൽ ഇതിന്റെ പേരിൽ കേട്ട പഴി ചില്ലറയല്ല. പിന്നീട് പടിപടിയായി ഉയർന്ന് ഇന്ത്യയുടെ ഇന്റലിജൻസ് സംവിധാനത്തിന് തലപ്പത്തെത്തുകയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി സ്തുത്യർഹമായ രീതിയിൽ സേവനമനുഷ്ഠിക്കുകയും ചെയ്യുന്ന അജിത് ഡോവലിന്റെ വിഖ്യാതമായ ബുദ്ധിയും ഓപ്പറേഷണൽ സ്കില്ലുമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ വിദേശ നയ രീതികളെ തന്നെ മാറ്റിമറിച്ചത്. അജിത് ഡോവലിന്റെ നിർണായകമായ ഈ റോളാണ്. അതുകൊണ്ടാണ് ഈ പോരാട്ടത്തിൽ അജിത് ഡോവൽ തീർച്ചയായും ചെലുത്തിയ സ്വാധീനം വളരെ വലുതാണ്. ഇതൊക്കെ ഒരു നയപരമായി രാഷ്ട്രീയ നേതൃത്വമാണ് ആത്യന്തികമായി തീരുമാനമെടുക്കേണ്ടത് എങ്കിൽ പോലും രാഷ്ട്രീയ നേതൃത്വത്തിന് വേണ്ട താത്വികമായ ഉപദേശങ്ങൾ, അതുപോലെ ലോജിസ്റ്റിക്കൽ സപ്പോർട്ട് എല്ലാം തന്നെ കൊടുക്കേണ്ടത് നല്ല വിശാലമായ ഒരു ഭൂമികയിൽ നിന്നുകൊണ്ട് ഇന്ത്യക്ക് കാര്യങ്ങളെ കാണാനുള്ള ഒരു കാഴ്ചപ്പാട് പ്രൊവൈഡ് ചെയ്തത് പക്ഷേ അജിത് ഡോവലാണ്. അദ്ദേഹം വന്നപ്പോഴത്തേക്ക് രീതികൾ മാറി. ശത്രുവിന്റെ മടയിൽ ചെന്നാക്രമിക്കാം, കൗണ്ടർ അറ്റാക്ക് മാത്രമല്ല സർജിക്കൽ സ്ട്രൈക്കുകൾ പോലും ഇന്ത്യ മടിച്ചു നിന്നൊരു കാലത്ത് അജിത് ഡോവലിന്റെ വരവാണ് ആ രീതിശാസ്ത്രത്തെ തന്നെ മാറ്റിമറിച്ചത്. അതുകൊണ്ട് തന്നെ തന്റെ പ്രധാനപ്പെട്ട പ്രതിയോഗികളിൽ ഒരാളായ റൌഫ് അസർ ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന കൺഫർമേഷൻ വരികയാണ്. തീർച്ചയായും കാവ്യനീതി തന്നെയാണ് തന്റെ കരിയറിനേറ്റ കളങ്കം, അല്ലെങ്കിൽ താൻ മനഃപൂർവ്വമായി ചെയ്തതല്ല. കാരണം അന്ന് ഈ തീവ്രവാദികളെ വിട്ടുകൊടുക്കേണ്ട ഒരു ഗതികേടിലായി. കാരണം നമ്മുടെ പൗരന്മാരുടെ ജീവനൊരു വിലയുണ്ട്. ഇന്ത്യൻ പൗരന്മാരുടെ ജീവൻ വെച്ച് ഭീകരന്മാർ പന്താടുമ്പോൾ
അത് ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുന്നു. അല്ല എങ്കിൽ ആ വിമാനം ബോംബ് വെച്ച് തകർത്തിരുന്നുവെങ്കിൽ പിന്നെ രാജ്യം അഭിമുഖീകരിക്കുന്ന വിപത്ത് നമുക്ക് ആലോചിക്കാമായിരുന്നു. അതുകൊണ്ട് അന്ന് നഷ്ടപ്പെട്ടു എന്ന് കരുതുന്നത് ശരിയല്ല. അന്ന് വലിയ ഒരു കൺസെഷൻ ചെയ്തു കൊടുത്തപ്പോൾ മുതലും പലിശയും സഹിതം ജീവൻ എടുക്കുന്ന അതാരാണോ ഇതിന്റെ പിന്നിലെ ബുദ്ധികേന്ദ്രം, ആ ബുദ്ധികേന്ദ്രത്തിന്റെ ജീവൻ എടുക്കാൻ തന്റെ സംവിധാനത്തിന് കഴിഞ്ഞു എന്ന്, താൻ തന്നെ നേതൃത്വം കൊടുക്കുന്ന ദേശീയ സുരക്ഷാ സംവിധാനത്തിന് കഴിഞ്ഞു എന്ന് അജിത് ഡോവലിന് തീർച്ചയായും അഭിമാനിക്കാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ ഒരു ആക്രമണത്തിന് മുതിരുമ്പോൾ ഇന്ത്യക്ക് ഉറപ്പായും ലോകരാജ്യങ്ങളുടെ ഒക്കെ പിന്തുണയുണ്ട്. അപ്പോൾ പോലും നമുക്ക് മുന്നിൽ വെക്കേണ്ടിയിരുന്നത് തെളിവുകളായിരുന്നു. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ നമുക്ക് തെളിവുകൾ വെക്കേണ്ടതുണ്ട്. ഇത് 26 പേരുടെ ജീവൻ എടുത്തതിന് മറുപടി എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യക്ക് ഒരു വലിയ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം മുന്നോട്ട് വെക്കുന്നതിൽ, ലോകത്തിന് മുന്നിൽ വെക്കുന്നതിൽ ഈ അബ്ദുൾ റൌഫിന്റെ ജീവൻ അല്ലെങ്കിൽ അയാളെ ന്യൂട്രലൈസ് ചെയ്യാൻ കഴിഞ്ഞു എന്നത് എത്രമാത്രം നമുക്കൊരു നേട്ടമാവും? തീർച്ചയായും റൌഫ് അൽസർ എന്നയാൾ ലോകത്തിന് പരിചിതനായ ഒരു ഭീകരനാണ്. കാരണം ഇതിപ്പോ ഒരു അദൃശ്യമായ ഒരു ശക്തിയല്ല, ലോകത്തിന് മുമ്പായി നെഞ്ചുപിരിച്ച് നടന്നുപോയ ഒരാളാണ്. ലോകത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, ഔദ്യോഗിക നോംസിനെ വെല്ലുവിളിച്ചുകൊണ്ട് നടന്നുപോയ ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യം സ്ഥിരീകരിക്കപ്പെടുമ്പോൾ, ഇന്ത്യൻ ആക്രമണത്തിൽ ജയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രത്തിൽ ആക്രമണം നടത്തി റൌഫ് ഉൾപ്പെടെ മരണപ്പെടുമ്പോൾ ഇതാ ഒരു തെളിവ്. ഞങ്ങൾ വെറുതെ എവിടെങ്കിലും ചെന്നൊരു ബോംബിട്ടതല്ല, ഇന്ത്യയുടെ ജനങ്ങളുടെ വലിയ രൂപത്തിലുള്ള ആവേശം മുതലെടുക്കാനായി അല്ലെങ്കിൽ ശമിപ്പിക്കാനായി ഏതെങ്കിലും ഒരു നേർച്ച പോലെ എവിടെയെങ്കിലും കൊണ്ട് ബോംബിട്ടതല്ല, മറിച്ച് കൃത്യമായ വ്യക്തമായ ഭീകരരെ ടാർഗറ്റ് ചെയ്ത് ബോംബ് ചെയ്തതാണ് എന്ന് ലോകത്തോട് പറയാനൊക്കുന്ന ഏറ്റവും നിർണായകമായ തെളിവുകളിൽ ഒന്നാണ് തീർച്ചയായും റൌഫിന്റെ മരണം എന്ന് കൃത്യമായി പറയാൻ സാധിക്കും. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം 2 വ്യോമിക സിംഗും സോഫിയ ഖുറൈഷിയും നടത്തിയ 2 വനിതാ ഓഫീസർമാർ, സൈന്യത്തിലെ വ്യോമസേനയിലെയും കരസേനയിലെയും 2 ഉന്നത വനിതാ ഉദ്യോഗസ്ഥകൾ നടത്തിയ പത്രസമ്മേളനവും അല്ലെങ്കിൽ ലോകത്തോടായി പറയുമ്പോൾ യഥാർത്ഥത്തിൽ വളരെ പ്രതീകാത്മകമായി എന്നാൽ ശക്തമായി സ്ഥിതിവിവരക്കണക്കുകളുടെ തെളിവുകളുടെ സഹായത്തോടുകൂടി ഇന്ത്യക്കാരോട് മാത്രമല്ല, നമ്മുടെ പൗരന്മാരോട് മാത്രമല്ല, ലോകത്തോടായി പറഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ട് തീർച്ചയായും ഇന്ത്യയുടെ ഭീകരവിരുദ്ധ നീക്കങ്ങൾക്ക് വൻ ക്രെഡിബിലിറ്റിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാവുന്നതേ ഉള്ളൂ. വളരെ നന്ദി ശ്രീ മോഹൻ വർഗീസ്. ഒരുപക്ഷെ ഈ സമയത്ത് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമുക്കൊക്കെയും അഭിമാനിക്കാം. വലിയൊരു ലക്ഷ്യത്തിലേക്കായിരുന്നു ഇന്ത്യ ഇന്നലെ ആയുധങ്ങൾ തൊടുത്തുവിട്ടത്. ആ ലക്ഷ്യമെന്നത് ഇന്ത്യയെ ഉൾപ്പെടെ ആക്രമിക്കുന്ന ഇന്ത്യയിലെ 26 പേരുടെ, ഒരു നേപ്പാൾ പൗരനടക്കം 26 പേരുടെ ജീവനെടുത്ത ഭീകരവാദത്തിന് മറുപടി നൽകുകയായിരുന്നു പ്രഥമ ലക്ഷ്യമെങ്കിലും വലിയ ലക്ഷ്യമെന്നത് ഭീകരതയുടെ വേരറുക്കൽ തന്നെയാണ്. ഇന്ത്യ ഒരുപാട് അനുഭവിച്ചതാണ് ആ ഭീകരവാദത്തിന്റെ പ്രത്യാഘാതങ്ങൾ. ആ പ്രത്യാഘാതങ്ങൾ ഇനി അനുവദിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഇന്നലെ അർദ്ധരാത്രി പാകിസ്ഥാനിലെ 9 കേന്ദ്രങ്ങളിലേക്ക്, പാക് അധീന കശ്മീരിലെ 5 കേന്ദ്രങ്ങളിലും പാകിസ്ഥാനിലെ 4 കേന്ദ്രങ്ങളിലേക്കും ഇന്ത്യൻ ആയുധങ്ങൾ ചെന്നെത്തിയത്. അതിലിതാ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം വരുന്നു. ഖാണ്ഡഹാർ വിമാന റാഞ്ചൽ ഉൾപ്പെടെ സൂത്രധാരനായി പ്രവർത്തിച്ച കൊടും ഭീകരൻ മസൂദ് അസറിന്റെ സഹോദരനായ അബ്ദുൾ റൌഫ് അസർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത വരുന്നു. രാകേഷ് വിവരങ്ങളുമായി തുടരുന്നുണ്ട്. രാകേഷ്, മറ്റു വിവരങ്ങൾ നൽകും. അതിന് മുൻപ്